എല്ലാ മാന്യപ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, ധനഹ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട ചില ചടങ്ങുകൾ അടുത്ത കാലത്ത് നടക്കുകയുണ്ടായി. രാക്കുളി പെരുന്നാൾ എന്ന പേരിലാണ് തെക്കൻ ഭാഗത്ത് ഇതറിയപ്പെടുന്നത്. കുറവലങ്ങാട് കേന്ദ്രമായിട്ട് വലിയൊരു സംഭവമായി രാക്കുളി പെരുന്നാൾ നടക്കുകയുണ്ടായി. അതിനെ പരാമർശിച്ചുകൊണ്ട് ചിലരൊക്കെ ചോദിച്ചു, ശിശു സ്നാനം സ്വീകരിച്ച് നമ്മൾ ഓർമ്മ വെച്ചപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി മാമോദീസ സ്വീകരിച്ചതാണോ? ഒരിക്കലുമല്ല. കാരണം ഏക മാമോദീസായിൽ നാം വിശ്വസിക്കുന്നു. ശിശു മാമോദീസായ്ക്ക് യാതൊരു കുറവുമില്ല. ചില ധ്യാനാവസരങ്ങളിൽ, പ്രത്യേകിച്ച് വിൻസെൻഷൻ അച്ഛന്മാർ നടത്തുന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിലൊക്കെ, അതുപോലെ ചില കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൊക്കെ മാമോദീസായിലെ വ്രതങ്ങൾ നവീകരിക്കാറുണ്ട്. പാപവും പാപസാഹചര്യങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. സാത്താനെയും അവൻ്റെ ആഡംബരങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ ഉപേക്ഷിക്കുന്നു. ഈ രീതിയിലൊക്കെ മാമോദീസായിൽ എടുത്ത പ്രതിജ്ഞ ആവർത്തിച്ചുകൊണ്ട് നവീകരിക്കാറുണ്ട്. ഒരു പുതിയ ചൈതന്യത്തോടെ വീണ്ടും വിശ്വാസ ജീവിതം നയിക്കാൻ അത് സഹായിക്കും. അല്ലാതെ ഇത് രണ്ടാമതൊരു മാമോദീസ അല്ല. ശിശു സ്നാനത്തിൽ ശിശു അല്ലല്ലോ ഈ പ്രതിജ്ഞകൾ പറയുന്നത്. ഇനി ശിശുവിന് വേണ്ടി ജ്ഞാനസ്നാന മാതാപിതാക്കളും കൂടെയുള്ളവരുമാണത് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞ് ധ്യാനാവസരങ്ങളിലൊക്കെ മാമോദീസായിലെ വ്രതങ്ങൾ നവീകരിക്കുന്നത് അന്ന് നാം ഏറ്റുചൊല്ലിയ, അന്ന് നാം ചെയ്ത പ്രതിജ്ഞ എന്താണെന്ന് അനുസ്മരിക്കാനും അതിൻ്റെ അരൂപിയിൽ മുന്നോട്ട് ജീവിക്കാനുമാണ്. ഈ അവസരത്തിൽ ജ്ഞാനസ്നാനത്തെക്കുറിച്ച്, ജ്ഞാനസ്നാനം എന്ന കൂദാശയെക്കുറിച്ച് ചിലതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റെന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അയാൾ എൻ്റെ അടുക്കലൊന്ന് കുടിക്കട്ടെ. നമുക്കറിയാം, എൻ്റെ അടുക്കലൊന്ന് കുടിക്കട്ടെ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദാഹജലം കുടിക്കുന്നതിനെക്കുറിച്ചല്ല. പിന്നെയോ യേശുവിൻ്റെ അധരത്തിൽ നിന്ന് നിർഗളിക്കുന്ന, ജലം പോലെ നിർഗളിക്കുന്ന സുവിശേഷ വചനങ്ങൾ സ്വീകരിക്കട്ടെ എന്നാണ്. അപ്പോൾ സുവിശേഷ വചനത്തെ ജലമായിട്ട് ഈശോ അവിടെ കാണുകയാണ്. എന്നിൽ നിന്ന് കുടിക്കുന്നവൻ്റെ എന്ന് പറഞ്ഞാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ എന്ന് സുവിശേഷകൻ എടുത്ത് പറയുന്നുണ്ട്. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. നമുക്കറിയാം, വിശ്വാസം ജനിക്കുന്നത് എപ്പോഴാണ്? ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം കേൾക്കുമ്പോഴാണ്, സുവിശേഷം കേൾക്കുമ്പോഴാണ് ഒരാൾക്ക് വിശ്വാസം എന്ന ദാനം ലഭിക്കുന്നത്. വിശ്വാസം, ശരണം, ഉപവി എന്നിവ ദൈവിക പുണ്യങ്ങളാണ്. ഇൻഫ്യൂസ്ഡ് വെർച്യൂസ് എന്നാണ് അതിനെ പറയാറുള്ളത്. നിവേശിത പുണ്യങ്ങളെന്നും പറയും. അപ്പം അങ്ങനെ ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ചൊരു പുതിയ സൃഷ്ടിയാവുക. യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ കാതലായ സന്ദേശം നീ നന്മ ചെയ്യുക എന്നോ പുണ്യം ചെയ്യുക എന്നോ അല്ല. പിന്നെയോ നന്മ ചെയ്യാൻ അഥവാ പുണ്യം ചെയ്യാൻ കഴിവുള്ളവനായി രൂപാന്തരപ്പെടുക. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചൊരു പുതിയ സൃഷ്ടിയായി തീരുക എന്നുള്ളതാണ്. പുതിയ സൃഷ്ടിയാകുമ്പോൾ പുതിയ സൃഷ്ടിയുടെ പ്രവൃത്തി നിന്നിൽ നിന്ന് സംജാതമാകുമെന്നാണ്. അതുകൊണ്ടാണ് വൃക്ഷം നല്ലതെങ്കിൽ നല്ല ഫലം ഉണ്ടാകും, വൃക്ഷം ചീത്തയെങ്കിൽ ചീത്ത ഫലമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നീയാകുന്ന വൃക്ഷത്തെ ഒരു നല്ല വൃക്ഷമാക്കി മാറ്റുക. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചൊരു പുതിയ സൃഷ്ടിയാവുക. അപ്പോൾ പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതിനാണ് പ്രാധാന്യം. പലപ്പോഴും പുതിയ സൃഷ്ടിയാകാതെ പുതിയ സൃഷ്ടിയുടെ പ്രവൃത്തി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നതും ചെയ്യുന്നതും. അത് ഭാരമാണ്.
ഈശോ പറഞ്ഞു, ഈശോയുടെ അവസാനത്തെ കൽപ്പന എന്ന് പറയുന്നത് ലോകമെങ്ങും പോയി നീ സുവിശേഷം പ്രഘോഷിക്കുക, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുക എന്നുള്ളതാണ്. ജ്ഞാനസ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ജ്ഞാനസ്നാനം? ജ്ഞാനസ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസിയെ, പുതിയ സൃഷ്ടിയായ ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തോട് ചേർക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന ഒരു സംഗതിയുണ്ട്. ഒരു മനുഷ്യജന്മം ടെസ്റ്റ് ട്യൂബിൽ ആരംഭിക്കാം. എന്നാൽ ടെസ്റ്റ് ട്യൂബിൽ ആരംഭിക്കുന്ന ഒരു ജന്മം അവിടെ അത് പൂർണ്ണ വളർച്ച എത്തുന്നില്ല. ജീവനുള്ള ഒരു അമ്മയുടെ ഉദരത്തിലേക്ക് അഥവാ ഗർഭപാത്രത്തിലേക്ക് ഈ അണുകോശത്തെ എടുത്തു വെക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ അമ്മയുടെ ശരീരത്തിൽ ഇരുന്ന് വേണം അത് ജീവൻ നിലനിർത്താൻ, അത് വളർച്ച പ്രാപിക്കാൻ. അമ്മയിൽ നിന്ന് ജീവൻ സ്വീകരിച്ച്, ഊർജം സ്വീകരിച്ച്, പോഷണം സ്വീകരിച്ച്, വായു സ്വീകരിച്ച്, ജലം സ്വീകരിച്ച് അതങ്ങനെ വളരുകയാണ്. അങ്ങനെ വളർന്ന് 9 മാസവും പൂർത്തിയായി 10-ാം മാസം ആകുമ്പോഴേക്കും ജനിച്ചു വീഴുകയാണ്, ഭൂമിയിലേക്ക് ജനിച്ചു വീഴുകയാണ്. അങ്ങനെ ജനിച്ചു വീഴണമെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ നാഭീനാള ബന്ധത്തിൽ കഴിഞ്ഞുകൂടേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി, ഒരു പുതിയ സൃഷ്ടിയാകുന്ന വ്യക്തി, സഭയാകുന്ന അമ്മയുടെ ഉദരത്തിലേക്ക് അതിനെ നിക്ഷേപിക്കേണ്ടതുണ്ട്. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിലായിരുന്നുകൊണ്ടാണ് ഒരു ആധ്യാത്മിക ജീവിതം നിലനിൽക്കുന്നതും വളരുന്നതും പൂർണ്ണ വളർച്ച എത്തി അത് സ്വർഗത്തിലേക്ക് ജനിച്ചു വീഴുന്നത്. വിശുദ്ധരുടെ മരണമാണ് അവരുടെ ജനന തീയതിയായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമുണ്ട്. വിശ്വാസം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസം എന്നത് ആരുടെയും ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ നേടിയെടുക്കുന്നതല്ല. വിശ്വാസം എന്നത് ദൈവിക ദാനമാണ്. അത് ഇൻഫ്യൂസ്ഡ് വെർച്യൂസിൽപ്പെടുന്നതാണ്, നിവേശിത പുണ്യങ്ങളിൽപ്പെടുന്നതാണ്. എങ്ങനെയാണ് വിശ്വാസം ലഭിക്കുന്നത്? വിശ്വാസം ലഭിക്കുന്നത് വിശ്വാസിയോടുള്ള സമ്പർക്കത്തിലൂടെയാണ്. അമ്മ വിശ്വാസിയായിരിക്കുമ്പോൾ ആ അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുന്ന ശിശു അമ്മയുടെ വിശ്വാസത്തിൽ പങ്കുചേരും. അങ്ങനെ അപ്പനും അമ്മയും വിശ്വാസം ഉള്ളവരായതുകൊണ്ട് അവരിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിൽ വിശ്വാസം കലർന്നിട്ടുണ്ട്. മാത്രവുമല്ല, അമ്മയുടെ ഭയം ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്നുണ്ട്. അമ്മയുടെ ദുഃഖം, അമ്മയുടെ നിരാശ, ഇതൊക്കെ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസം എന്ന മഹാഗുണം അമ്മയിൽ നിന്ന് ഉദരത്തിലിരിക്കുന്ന ശിശു ഏറ്റുവാങ്ങുന്നുണ്ട്. അതുകൊണ്ട് ജനിച്ച് വീഴുമ്പോൾ തന്നെ ആ കുഞ്ഞിന് മാമോദിസ കൊടുക്കുവാൻ സാധിക്കും. കാരണം അത് വിശ്വാസിയായ അമ്മയുടെ മടിത്തട്ടിലാണ് ജനിച്ചു വീണത്. വിശ്വാസിയായ അപ്പനും അമ്മയാണ് അതിനെ വളർത്തുന്നത്. ആ ഭവനത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സംഭാഷണം നടക്കുന്നുണ്ട്, പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതുകൊണ്ടെല്ലാം ആ കുഞ്ഞ് വിശ്വാസത്തിൽ പരിപോഷിപ്പിക്കപ്പെടുന്നുണ്ട്. അവിശ്വാസിയായി ജീവിക്കുന്ന ഒരു വ്യക്തി സുവിശേഷം കേട്ടിരിക്കുമ്പോഴാണ് വിശ്വാസം സ്വീകരിക്കാൻ ഇടവരുന്നത്. അതുകൊണ്ടാണ് ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. 2 പ്രധാനപ്പെട്ട ധർമ്മമാണ് സഭയിലുള്ളത്. ഒന്ന്, സുവിശേഷം പ്രസംഗിച്ച് ആളുകളെ വിശ്വാസികളാക്കുക, അതിനാണ് മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത്. 2, വിശ്വാസം സ്വീകരിച്ചവരെ ജ്ഞാനസ്നാനം കൊടുത്ത് സഭയിലേക്ക് ചേർത്തുകൊണ്ട് അവരെ ഇടവക സമൂഹമാക്കി വിശ്വാസ ജീവിതം നയിക്കാൻ സഹായിക്കുക. വിശ്വാസം വെറും വ്യക്തിപരമല്ല, അത് സമൂഹപരവും സ്വഭാവപരവുമാണ്. അതുകൊണ്ട് നമ്മളാരും ഒറ്റപ്പെട്ടവരല്ല, നമ്മൾ സഭയുടെ വിശ്വാസത്തിൽ പങ്കുചേരുന്നവരാണെന്ന് മറക്കരുത്. നമ്മൾ കാണുന്നുണ്ട്, തളർവാദക്കാരനെ സുഖപ്പെടുത്താൻ വേണ്ടി ഏതാനും പേര് ഈശോയുടെ അടുത്തേക്ക് അവനെ മുകളിലൂടെ താഴേക്ക് കെട്ടിയിറക്കുന്ന രംഗം അവിടെ പ്രത്യേകം നാം വായിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് അവൻ തളർവാദ രോഗിയുടെ പാപം മോചിച്ചു വന്നു, അങ്ങനെ സൗഖ്യത്തിലേക്ക് അവനെ നയിച്ചു വന്നു.
അപ്പോൾ അതുകൊണ്ട് പാപമോചനം എന്നത് സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് സംഭവിക്കുന്നതാണ്. വ്യക്തി ആ വിശ്വാസത്തിൽ പങ്കുചേരുന്നതുകൊണ്ടാണ് അത് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഭാപരമായ ഒരു മാനം വിശ്വാസത്തിനുണ്ട്. ആരും ഒറ്റപ്പെട്ടവരായി സ്വർഗത്തിലേക്ക് പോവുകയല്ല. ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് പിതാവിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുകയില്ല. എല്ലാവരും യേശുക്രിസ്തുവിലാവുക, യേശുക്രിസ്തുവിലാവുക. അങ്ങനെ യേശുക്രിസ്തു പിതാവിൻ്റെക്ക് പോകുമ്പോൾ നമ്മെയും യേശുക്രിസ്തു കൊണ്ടുപോകും. അങ്ങനെ യേശു മാർഗത്തിലാണ് നമ്മൾ പിതാവിലെത്തുന്നത്, അഥവാ സ്വർഗത്തിലെത്തുന്നത്. അതുകൊണ്ട് മാമോദീസ എന്ന ആ കൂദാശയാണ് സഭയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. ബാക്കി കൂദാശകളെല്ലാം മാമോദീസ സ്വീകരിച്ച് സഭയിൽ പ്രവേശിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പണ്ട് മാമോദീസ മുക്കിയിരുന്നു. മുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുക്കി പൊക്കിയെടുക്കുക എന്നുള്ളതാണ്. അതെന്തിൻ്റെ സൂചനയാണ്? യേശുക്രിസ്തുവിനോടൊപ്പം മരിച്ച് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിനായിട്ട് ജീവിക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, പാപത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടുക എന്നർത്ഥം. ശരിക്ക് കൃപയിൽ ജീവിക്കുന്നവർക്ക് പാപം ചെയ്യാനുള്ള ശക്തിയില്ല. യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. ദൈവചൈതന്യം ഒരാളിലുള്ളപ്പോൾ ആ വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ജ്ഞാനസ്നാനത്തിലൂടെ അവൻ്റെ മരണത്തിൽ ഭാഗവാക്കാകാൻ പറ്റുന്നു, അവൻ്റെ ഉയർപ്പിലും ഭാഗവാക്കാകാൻ പറ്റുന്നു. അങ്ങനെ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ വിശ്വാസം അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ നമുക്ക് തീക്ഷ്ണതയുള്ളവരാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.